ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകർക്ക് ക്രിസ്തുയേശുവിൻ്റെ വന്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഒരിക്കൽ കൂടെ നിങ്ങളെ സന്ധിക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തിനായി സ്തോത്രം. കാലമേറെ പുരോഗമിച്ചു, പക്ഷെ ഇന്നും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ലോകത്തിനോ ലോകത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കോ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പല രോഗങ്ങളുടെയും മുൻപിൽ വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കാറുണ്ട്. വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാറുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് വൈദ്യശാസ്ത്ര മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമാണ്. എന്നിട്ടും മരണവും രോഗവും ക്യാൻസറുമൊക്കെ മനുഷ്യനോട് വെല്ലുവിളി ഉയർത്തുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവചനത്തിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ, ദൈവം നൽകുന്ന സൗഖ്യത്തിലൊക്കെ ആശ്രയിക്കുവാനുള്ള അതിൻ്റെ ആവശ്യകത നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 103 സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്: അവൻ നിന്റെ സകല അകൃത്യവും മോചിക്കുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. 4 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവത്തിലേക്കാണ് നാം ഇന്ന് പോകുന്നത്. ന്യൂയോർക്കിൽ ദീർഘനാളുകളായി താമസിച്ചു വരുന്ന യോഹന്നാൻ കുടുംബം, ഞങ്ങൾ സ്നേഹപൂർവ്വം അമ്മുക്കുട്ടി ആൻറ്റി എന്ന് വിളിക്കുന്ന ആ കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിലുണ്ടായ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൻ്റെ ഇതളുകളിലേക്കാണ് നാം പോകുന്നത്. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് താൻ വളരെയധികം രോഗിയായി ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന ഒരു സാഹചര്യം വരെ എത്തി നിന്ന സംഭവത്തിലേക്കാണ് നാം ഒരു തിരിഞ്ഞുനോട്ടം നടത്തുന്നത്. ആൻറ്റി, ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകരുടെ നാമത്തിൽ വന്ദനം, സ്വാഗതം. ഈ 8 വർഷത്തിന് മുൻപുണ്ടായ ഈ അസുഖം, മെനഞ്ചിയോമ, ബ്രെയിനിലുണ്ടാകുന്ന ട്യൂമർ, ആ സംഭവം, അങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടാകുന്നത് വരെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ, കാര്യമായ രോഗങ്ങൾ അതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ബ്ലഡ് പ്രഷറൊക്കെ ഹൈ ആയിരുന്നു. മറ്റ് കാര്യമായ പ്രയാസകരമായ സാഹചര്യങ്ങൾ അങ്ങനെ സാധാരണഗതിയിൽ ഇന്ന് സാധാരണ മനുഷ്യർക്കെല്ലാം ഉള്ള ഡയബറ്റിസും ബ്ലഡ് പ്രഷറും ഒക്കെ ഒഴികെ അതൊക്കെ മാനേജ് ചെയ്യാൻ നമ്മളിപ്പോൾ പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. അതൊഴികെ കാര്യമായ അസുഖങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് മനസ്സിലാക്കിയത്? ഞാൻ ഇങ്ങനെ തലമുടിയൊക്കെ ചെയ്യുമ്പോഴേ ഇവിടെ ഒരു ബമ്പ് പോലെ ഇങ്ങനെ എനിക്ക് അറിയാം പെട്ടെന്ന്. അന്നേരം പിന്നെ ഞാൻ ഞങ്ങളുടെ പ്രൈമറി ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പം അയാള് പറഞ്ഞു ഒന്ന് എക്സ്റേ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എക്സ്റേ എടുക്കണ്ട, ഞാൻ MRI എടുത്ത് നോക്കാം. പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു അന്ന് ഈ എക്സ്റേയുടെ കാറ്റ് സ്കാൻ എടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം ഇതിനെ പറ്റിയൊന്നും അത്ര വലിയ അറിവില്ല. പിന്നെ MRI എടുത്തു. MRIക്കകത്ത് കാര്യമായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ എങ്കിൽ കണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് എബിയുടെ അടുത്തോട്ട് പോവായിരുന്നു. അന്ന് ഡോക്ടർ തിരിച്ചു വിളിച്ചു. അപ്പം പറഞ്ഞു ഇച്ചിരി പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഞാനോർത്തിരിയും എന്തുവാ, അന്ന് ഞാനങ്ങ് അപ്സെറ്റ് ആയിരുന്നു. ശരി.
അപ്പൊ ഈ മറ്റു വേദനയോ അങ്ങനെയുള്ള ഒരു പ്രയാസവും ഇല്ല. ഇങ്ങനെ തലയിൽ ഒന്ന് തടവി നോക്കുമ്പോൾ ഒരല്പം ഒരു പമ്പ് കാണാം. ആ ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ MRIക്കകത്ത് സംഗതി എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഡോക്ടർ പറയാൻ ഇടയായി. പിന്നെ തുടർന്ന് എന്താ സംഭവിച്ചത്? എങ്ങനെയുള്ള തുടർന്ന് ഉള്ള ടെസ്റ്റുകൾ മുഴുവനും എഴുതി എനിക്ക്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇതൊന്നും. പക്ഷെ എല്ലാം നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഈ തലയിലുള്ള ഈ അതിനെ കുറിച്ചൊന്ന് ഈ പ്രേക്ഷകരോടൊന്ന് വിശദീകരിക്കാം. എന്തായിരുന്നു വാസ്തവത്തിലുള്ള രോഗമെന്ന്? അത് ആദ്യം ചെറുതായിട്ട് കണ്ടുവെങ്കിലും അത് ഗ്രോ ചെയ്തു, വളർന്നുകൊണ്ടിരുന്നു. വളർന്നുകൊണ്ട് അത് ഒരു ക്രമാതീതമായിട്ടുള്ള വളർച്ചയാണോ? പെട്ടെന്ന് ഒരു മാറ്റം? ഗ്രാജുവലി വളർന്നു. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നെല്ലിക്കായുടെ അത്രയും വലിപ്പത്തിൽ കാണാമായിരുന്നു മുകളിലോട്ട്. അന്നേരം ന്യൂറോ ഡോക്ടറെ അടുത്ത് പോയി. ന്യൂറോ സർജൻ ഓപ്പറേഷന് വേണ്ടി ഞങ്ങളെ അഡ്വൈസ് ചെയ്തു. അങ്ങനെ ഒക്ടോബർ 29, 2015 രാവിലെ ഓപ്പറേഷൻ നടന്നു. ആ ഓപ്പറേഷൻ നടന്നതിന് ശേഷം അപ്പൊ ഒരു സാധാരണ സർജറിയാണ്, വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് ഈ സർജറിയിലേക്ക് പ്രവേശിച്ചത്. അതിന്റെ കോംപ്ലിക്കേഷൻ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. മേ ബി വൈഫിന് അറിയാമായിരുന്നായിരിക്കാം, കാരണം അവൾ നേഴ്സ് ആയതുകൊണ്ട്. അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു ട്യൂമർ റിമൂവ് ചെയ്തു. മെനഞ്ചിയോമ എന്ന് പറയുന്നത് ബ്രെയിനിൽ ഉണ്ടാകുന്ന ട്യൂമറാ. 2 മണിക്കൂർ കഴിയുമ്പോൾ ICU കാണാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോയി. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഓക്കെ, എല്ലാം ശരിയായെന്ന് പറഞ്ഞ് അവർ ഞങ്ങളെ വിട്ടു. ചർച്ചിൽ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും 3 മണിക്കൂർ കഴിഞ്ഞിട്ടും വൈഫ് ICUയിൽ വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പരിചയമുള്ളൊരു കസിൻ നേഴ്സ് വന്ന് ചോദിച്ചു എന്ത് പറ്റി. അന്നേരമാണ് ICU റീകവറി കിടന്ന ആളിന് അറ്റൻഷൻ കിട്ടുന്നത്. നേഴ്സെല്ലാം ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് കോമായിന്ന് റിക്കവറി ആയിട്ട് വന്നിട്ട്, അനസ്തേഷ്യ റിക്കവറി ആയിട്ട് വന്നിട്ട് വീണ്ടും അനസ്തേഷ്യയിലായിട്ടങ്ങ് പോയി. ഉടനെ അവർ CT സ്കാൻ എടുത്തു. ബ്രെയിനകത്ത് ബ്ലീഡിംഗ് ആണ് കണ്ടുപിടിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിൽ 2ാമത് കൊണ്ടുപോയി. ബെഡ് വീണ്ടും ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ബ്ലീഡിംഗ് എല്ലാം ക്ലിയർ ചെയ്ത് 2ാമത് സ്റ്റിച്ചിട്ട് ICUയിൽ ന്യൂറോ ICUയിൽ വന്നു. ഈ ഓപ്പറേഷൻ നടന്നത് വെസ്റ്റ്ചെസ്റ്റർ മെഡിക്കൽ സെന്റർ, വൽഹാല, ന്യൂയോർക്കിലായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നത് വാലി കോട്ടേജ്, ICU തിരിച്ചു വന്നപ്പോഴത്തേക്ക് വൈഫ് കോമയിലാണ് വന്നത്. റെസ്പോൺസ് ഒന്നുമില്ല, ഒരു റെസ്പോൺസും ഇല്ല, ഒരനക്കവും ഇല്ല. അങ്ങനെ ICUയിൽ ഒരു 3 ആഴ്ച കോമായി കിടന്നിട്ട് ശേഷമാണ് കണ്ണു തുറക്കുന്നത്. 3 ആഴ്ച മാത്രമല്ല, ഞങ്ങൾ കൂടി നടക്കുന്ന സഭ ഇന്ത്യ പെന്തക്കോസ്തൽ ഫെലോഷിപ്പ് റോക്ക്ലൻഡ്, നയാക്ക് റോക്ക്ലൻഡിലാണ്. ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ റവറൻഡ് ജോസഫ് വില്യംസ് ആയിരുന്നു അന്ന്. മറ്റ് സഭ ശുശ്രൂഷകരും ഉണ്ടായിരുന്നു. സഭയായിട്ട് ഓരോ ദിവസവും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ ചർച്ചിൽ
വൈഫിന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. ഉം. ICU കാണാൻ വരുന്നവരുണ്ട്. അവര് ന്യൂറോ ICUയിൽ വെയിറ്റിംഗ് റൂമിൽ ബൈബിൾ വായനയും പ്രാർത്ഥനയും എല്ലാ ദിവസവും വൈകിട്ട് നടന്നുകൊണ്ടിരുന്നു. ഒരു മിനി പ്രയർ മീറ്റിംഗ് തന്നെ ഹോസ്പിറ്റലിൽ നടക്കുക. സഭയും ശുശ്രൂഷകന്മാരും ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഈ സഭയിൽ നടന്നിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരും വളരെ കൺസേൺ ആയിരുന്നു. ആരും ഇങ്ങനൊരു സംഭവം, ഒരു കോമായി പോയ ആൾ നമ്മുടെ സഭയിലൊന്നും ഇല്ലായിരുന്നു. എന്നാൽ 3 ആഴ്ച കഴിഞ്ഞ് കണ്ണ് തുറന്നു. അതിനിടയിൽ ബ്രീത്ത് ചെയ്യാൻ ട്രൈക്കോസ്റ്റമി, ട്യൂബ് ഫീഡിങ് ഇതെല്ലാം ഇടയ്ക്ക് നടന്നുകൊണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇതിനൊന്നുമുള്ള ത്രാണി ആ സമയത്തില്ല, ഒന്നുമില്ല, അനക്കമില്ല, ബ്രീത്ത് ചെയ്യാനൊക്കത്തില്ല. എല്ലാം മിഷനിൽ കൂടെ എല്ലാം നടന്നു. അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു പാസ്റ്റർ, ജയ്പൂരിലെ പാസ്റ്റർ യോഹന്നാൻ എന്ന് പറയും, സഭ നേരത്തെ അപ്പോയിൻ്റ് കൊടുത്ത ഒരു ശുശ്രൂഷകനാണ്. ചർച്ച് വന്നു, വൈഫിനെ കാണാനായിട്ട് ICUയിൽ ഹോസ്പിറ്റലിൽ വന്നു. ഈ പാസ്റ്റർ ഒരു പ്രവാചകനാണെന്നോ ഒന്നും അല്ല, എന്നാൽ എന്നെ സന്തോഷിപ്പിക്കാനായിരിക്കും അദ്ദേഹം പറഞ്ഞു, കുഞ്ഞുമച്ചാൻ വിഷമിക്കണ്ട, വാച്ച് ലൈൻ സർവീസിന് അമ്മാമ്മ ചർച്ച് വന്ന് സാക്ഷ്യം പറയുന്നു. എന്നാൽ നമ്മുടെ സഭയും സഹോദരങ്ങളും അത് പ്രവചനമായിട്ട് എടുത്തുകൊണ്ട് വിശ്വാസത്തിൽ വിടുതലിന് വേണ്ടി കണ്ണുനീരോട് എല്ലാവരും പ്രാർത്ഥിച്ചു. 3 ആഴ്ച കഴിഞ്ഞ് കണ്ണു തുറന്നു. 26 ദിവസം ന്യൂറോ ICU കഴിഞ്ഞതിന് ശേഷം റീഹാബ് ചെയ്യാനായിട്ട് വൈപ്രൻസിലുള്ള ബർക്ക് റീഹാബ് സെന്ററിലേക്ക് മൂവ് ചെയ്തു. അപ്പോഴത്തേക്കിന് കുറെ ഒക്കെ ഒരു റെസ്പോൺസ് തുടങ്ങി. ഒരു റെസ്പോൺസും അപ്പോഴില്ല, നടക്കത്തില്ല. വിളിച്ചാ വിളി കേൾക്കുമായിരുന്നോ? ഇല്ല, ട്രാക്കാസമി ഇട്ടുകൊണ്ട് സംസാരിക്കത്തില്ല. അതുപോലെ കാരണം ICU കിടക്കുന്ന റീഹാബ് നടക്കാൻ എടുക്കാനൊക്കെ ഫിസിക്കൽ തെറപ്പി, ഓക്യുപേഷൻ തെറപ്പി ഒക്കെ ആദ്യം തൊട്ട് ആരംഭിച്ചു. പിന്നെ ശ്വാസം വിടാനുള്ള എബിലിറ്റി വന്നപ്പം ട്രക്കാസമി ട്യൂബ് എടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ സ്പീച്ച് തെറപ്പി, ഇതെല്ലാം ഒരു മാസം അക്യൂട്ട് റീഹാബ് സെന്ററിലെ പൈപ്പ്ലൈൻസ് നടന്നു. അപ്പോൾ ഒരു നവംബർ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഡിസംബർ പകുതി കഴിഞ്ഞപ്പോഴേ അവിടുന്ന് പിന്നെ സ്റ്റെപ്പ് ഡൗൺ റീഹാബിൽ മൂവ് ചെയ്തു. അവിടെയും 3 ആഴ്ച റീഹാബ് ചെയ്യേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പതുക്കെ ആഹാരം കഴിക്കാൻ തുടങ്ങി. ട്യൂബ് ഫീഡിങ് പിന്നെ മാറ്റി, സ്ലോലി ഇംപ്രൂവ് ചെയ്തു. അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ICUയിലാകുമ്പം ഡിസംബർ 31 ആകുന്നു. നടക്കാം, ചെറുതായിട്ട് ആഹാരം കഴിക്കാം. 31 ഓഗസ്റ്റ് ഡിസംബറിൽ ഞങ്ങൾ റീഹാബ് സെൻ്ററിൽ നിന്ന് രാത്രി 11 മണിയായപ്പം ഡിസ്ചാർജ് വാങ്ങിച്ച് ഡ്രസ് ചെയ്ത്
ചർച്ച് വാച്ച്മാൻ സർവീസിൽ കൊണ്ടുവന്നു. ഉം. എണ്ണിച്ച് നിന്ന് എഴുതിക്കൊണ്ടുവന്ന സാക്ഷ്യം പറഞ്ഞു. ഉം. ന്യൂ ഇയർ ആയപ്പോഴത്തേക്ക് തിരിച്ചു പോയി റീഹാബ് സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഈ സംഭവങ്ങൾ എന്ന് പറയുന്ന ഇനി ജീവിതത്തിലോട്ടൊരു മടക്കമില്ല എന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയതിനു ശേഷം അതെ, സാധ്യതകൾ വളരെ കുറവാണ്. സാധ്യതകൾ വളരെ കുറവാണ്. എന്നാലും ദൈവം നൽകിയൊരു വാഗ്ദത്തം, ദൈവം നൽകിയൊരു പ്രവചനം, ദൈവത്തിൻ്റെ അത് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച, അപ്പൊ ആ ഒരു വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് കുഞ്ഞുമച്ചായൻ്റെ കൂടെ ഇരിക്കുന്ന അമ്മുക്കുട്ടി ആൻറ്റി. നിശ്ചയമായിട്ടും ദൈവത്തിന് നമ്മുടെ അസാധ്യങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. നമ്മൾ അസാധ്യമാണെന്ന് കരുതുന്ന, ഇനി പ്രതീക്ഷയില്ല എന്ന് നാം വിചാരിച്ചു പോകാവുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഞങ്ങളുടെ ശ്രോതാക്കൾക്കുണ്ടാവാം. അതൊരുപക്ഷെ രോഗമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങളായിരിക്കാം. ലോകം ഒരുപക്ഷെ വിധി എഴുതിയിരിക്കാം, നിങ്ങൾ ഇനി ഒരിക്കലും ജീവിക്കാൻ സാധ്യതയില്ലെന്ന്. എന്നാൽ ലോകം എഴുതുന്ന ആ കയ്യെഴുത്തുകളെ മായ്ച്ചു കളയുവാൻ, അവിടെ പുതിയതൊന്ന് എഴുതുവാൻ, ഒരു പുതുജീവൻ നൽകാൻ കഴിയുന്നവനാണ് യേശു കർത്താവ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. നിങ്ങളുടെ മരണപ്പെട്ട സ്വപ്നങ്ങളോ ചലിക്കാത്ത ശരീരഭാഗങ്ങളോ മിടിക്കാത്ത ഹൃദയമോ ഒന്നും ദൈവത്തിന് പ്രശ്നമല്ല. ദൈവമൊന്ന് തൊട്ടാൽ, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിന് സമ്പൂർണ്ണ വ്യതിയാനം വരുത്തുവാൻ, നിങ്ങളുടെ ജീവിതത്തെ മുഴുവനായി മാറ്റുവാൻ കഴിയുമെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. തിരിച്ച് ചർച്ചിൽ വന്നു, സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ലെജിബിൾ ആണോ അന്ന് പറഞ്ഞ സാക്ഷ്യങ്ങൾ? സംസാരം ശരിയാണ്. ഓർമ്മശക്തി ഒന്നും പോയിട്ടില്ലായിരുന്നു. സാധാരണഗതിയിൽ ഇത്രയും വലിയ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഓർമ്മശക്തിയും മറ്റ് കാര്യങ്ങളും ഒന്നും അതുപോലെ തന്നെ മടക്കി ലഭിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള. ഡോക്ടർ റീഹാബിലായിരുന്നപ്പം പല ഡോക്ടറും വന്ന് പറഞ്ഞു, ഒരു സൈഡ് പാരലൈസ് ആവും, ചിലപ്പോൾ നടക്കാൻ സാധ്യതയില്ല, നടക്കത്തില്ല, സംസാരിക്കത്തില്ല. ഇതെല്ലാം സംഭവിക്കാവുന്ന ഒരു ഓപ്പറേഷൻ ആയിരുന്നു അത്. എന്നാൽ ഈ കോമായി പോകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു വാണിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കോമായി കിടക്കുമ്പോൾ സംസാരിക്കത്തില്ല. നമ്മുടെ ബ്രെയിൻ എവിടെല്ലാം ഇഞ്ചുറി ആയിട്ടുണ്ടോ അത് അവർക്ക് അറിയത്തില്ല. അതിൻ്റെ അനന്തരഫലങ്ങളായിട്ടാണ് അവർ പറഞ്ഞത്. എന്നാൽ എനിക്കറിയത്തില്ല, ഇപ്പോഴും അതെനിക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ എനിക്കൊരു വലിയ ഹോപ്പുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ വിടുതൽ കാണും എന്ന്. ഞങ്ങളുടെ സഭയിൽ പ്രത്യേകമായി ഞങ്ങളുടെ പാസ്റ്റർ ജോസഫ് ഇലിയും, അദ്ദേഹം ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകത്തില്ലായിരുന്നു. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ വൽഹാല മെഡിക്കൽ സെൻ്ററിൽ ICUയിലും റീഹാബ് സെൻ്ററിലും വന്ന് പ്രാർത്ഥിച്ച് പോകുമായിരുന്നു. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ പല ഭാഗത്തും പല ദൈവദാസന്മാരും ചച്ചക്കോടിലെ സഭാ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലം
കാണുവാൻ ദൈവം ഇടയാക്കി. അതിനുശേഷം ഞങ്ങൾ എൻ്റെ വൈഫിനെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടർ ഒരു ഹോപ്പും അദ്ദേഹത്തിനും ഇല്ലായിരുന്നു. 15 കൊല്ലത്തിൽ കൂടുതൽ ബ്രെയിൻ ഓപ്പറേഷൻ ചെയ്യുന്ന മെഡിക്കൽ സെൻ്ററിലെ ഒരു ഡോക്ടർ, അദ്ദേഹത്തെ ഞങ്ങൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം സർപ്രൈസ് ആയിപ്പോയി. ക്യാൻ യു വാക്ക് എന്നാ ചോദിച്ചത്. ക്യാൻ യു ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്, ഗിവ് മീ എ ഹഗ്. അദ്ദേഹം പറഞ്ഞ് യു ആർ മൈ ക്രിസ്മസ് ഗിഫ്റ്റ്. അദ്ദേഹത്തിന് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ടാണ് ഇവിടെ ജീവൻ കിട്ടിയെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എനിക്കൊന്നും പറയാൻ മറുപടി ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു there is a God up there. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മകള് താമസിക്കുന്ന ഡാളസിൽ പോയി 1 വർഷത്തോളം അവിടെ താമസിച്ച് ഫിസിക്കൽ തെറപ്പി, ഓക്യുപ്പേഷൻ തെറപ്പി, സ്പീച്ച് തെറപ്പി ഒക്കെ എടുക്കേണ്ടി വന്നു. സംസാരം എഫക്റ്റ് ആവും, സംസാരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സംസാരത്തിന് വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. ഓർമ്മശക്തിയെല്ലാം പഴയപോലെ കിട്ടി. അങ്ങനെ കഴിഞ്ഞ 8 വർഷത്തോളം സുഖമായി ഇത്രയും ആയിരിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അത് ഗ്രോത്ത് ഉണ്ടായി. ഞങ്ങൾ 2022 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു. അതിനും ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞങ്ങൾ ഇന്ത്യ വിസിറ്റ് ചെയ്തു. രാജസ്ഥാനിൽ പോയി അവിടുത്തെ സുവിശേഷ വേലയൊക്കെ കാണുവാനൊക്കെ ദൈവം ഇടയാക്കി. ഞങ്ങളെ ദൈവം നടത്തിയ വഴികൾ വളരെയാണ്. ഞങ്ങൾ അമേരിക്ക വന്നതിന് ശേഷം ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ വരുവാനിടയാക്കി. ഇങ്ങനെ റോക്ക്ലൻഡ് IPC ദൈവസഭയിൽ കൂടി നടന്ന് ഞങ്ങൾക്ക് ജീവിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. ഞങ്ങളുടെ ഈ സാക്ഷ്യം റെക്കോർഡ് ചെയ്ത നിങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. നിശ്ചയമായിട്ടും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതാനുഭവം ഒരു ചെറിയ സംഭവമല്ല, ഒരു ചെറിയ കാര്യമല്ല. ദീർഘനാളുകൾ ICUവിൽ, കോമായിൽ, ഡോക്ടർമാർക്കൊന്നും പ്രതീക്ഷ നൽകുന്ന ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ ഇരിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പലരെയും സംബന്ധിച്ചിടത്തോളം സൗഖ്യമെന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് അംഗീകരിക്കാൻ കഴിയാത്തവരാണ്. എന്നാൽ തിരുവചനം പറയുന്നു, നമ്മൾ മുമ്പേ വായിച്ച 103-ാം സങ്കീർത്തനത്തിൽ അവൻ നിന്റെ സകല അകൃത്യവും മോചിക്കും. മുഴുവൻ പാപത്തിൻ്റെയും പരിഹാരം വരുത്തിയതോടൊപ്പം അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനുമാണ്. ഈ ദൈവമക്കൾ, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ ആദരിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവസഭയ്ക്ക് ഒരു അനുഗ്രഹമായി നിൽക്കുന്നുവെന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഞാൻ അവരോടൊപ്പമാണ് കഴിഞ്ഞ ചില നാളുകളായി ആരാധിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും, അവർ നിശ്ചയമായിട്ടും എനിക്കും ഒരു അനുഗ്രഹമാണ്. ഈ കഴിഞ്ഞ 8 വർഷം
ജീവിതത്തിൽ ഒരു പുതിയ ലീസ് ദൈവം അവർക്ക് നൽകി കൊടുത്തതാണ്. മുമ്പേ നാം കേട്ടതുപോലെ ഇന്ത്യയിൽ പലതവണ അവർ യാത്ര ചെയ്തു. ലോകത്തിൻ്റെ പല കോണുകളിൽ യാത്ര ചെയ്യാൻ അവർക്കിടയായി. മിക്കവാറും യാത്രകളിലാണ്. നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയും ഇല്ല എന്ന് കരുതുന്ന വ്യക്തിയാണെങ്കിൽ, ഞങ്ങളുടെ ഈ വാക്കുകൾ, ഈ ദൈവദാസൻ്റെയും ദാസിയുടെയും ജീവിതാനുഭവം നിങ്ങൾ കേട്ടുവെങ്കിൽ, നിങ്ങൾക്കും അതേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, അത്രയുമേ ദൈവം ചോദിക്കുന്നുള്ളൂ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. വിശ്വസിക്കുവാൻ തയ്യാറാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് അന്ന് ചെയ്ത അത്ഭുതങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. എനിക്ക് ആ സാക്ഷ്യം പറയാനായിട്ട് കഴിയും. എന്നെ അവൻ സൗഖ്യമാക്കി, എൻ്റെ മകനെ അവൻ സൗഖ്യമാക്കി. അങ്ങനെ 100 കണക്കിന് അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഏറ്റുപറയാൻ കഴിയും. നിങ്ങൾ ജീവിതത്തിൽ നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ, ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ, ഇനി എന്താണ് വഴിയെന്ന് ആലോചിച്ച് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഈ വാക്കുകൾ ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ, നിങ്ങൾ അധൈര്യപ്പെടേണ്ടി വരികയില്ല. ആ ജീവിത സാക്ഷ്യത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈ പ്രിയമുള്ളവർ. നിങ്ങൾ നിശ്ചയമായിട്ടും യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാൻ, അവൻ സൗഖ്യദായകനാണെന്ന് ഏറ്റുപറയുവാൻ. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്: അവൻ്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ നാമമായി പഴയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്: യഹോവ റാഫ, സൗഖ്യദായകനാണവൻ. അത് നാം ഏറ്റെടുക്കാൻ ഒന്നും പ്രത്യേകിച്ച് മുടക്കേണ്ടതില്ല. ദൈവം ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ: വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഈ പ്രിയമുള്ളവർക്കായി, പ്രിയ ആൻറ്റിയുടെ ജീവിതത്തിൽ ഇനി ജീവിതത്തിലേക്കൊരു മടക്കമില്ലെന്ന് എഴുതപ്പെട്ട നിമിഷങ്ങളിൽ നിന്ന് മടങ്ങി കഴിഞ്ഞ 8 വർഷം ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ. പലപ്പോഴും എൻ്റെ ഭാര്യ പറയാറുണ്ട്, ഞാൻ ഓർത്തിരിക്കുന്നതിനേക്കാൾ കൃത്യമായി ഓർത്ത് പ്രാർത്ഥിക്കാൻ ആൻറ്റിക്ക് കഴിയുന്നത് ഒരു അത്ഭുതമാണെന്ന്. ആ നിലകളിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രിയ കർത്താവിൻ്റെ ദാസൻ, പ്രിയ യോഹന്നാൻ അമ്മക്കുട്ടി ആൻറ്റി, ഇവരുടെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വെല്ലുവിളിയായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും ഈ കർത്താവിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള സൗഖ്യം, വിടുതൽ, അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ കഴിയും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു.